ഹേ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ട്രിവാൻഡ്രം ടു കൊച്ചി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയതിന് രാവിലെ ഞങ്ങൾ വെളുപ്പിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേ കോട്ടയമൊക്കെ എത്തിയപ്പോഴത്തേക്കും പപ്പേട്ടൻ്റെ ചായപ്പിടുക എന്ന് പറയുന്നൊരു കടയിൽ കയറിയിട്ട് നല്ല ചൂട് കോഫിയും നല്ലൊരു പരിപ്പുവടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പുവടയല്ല, ഉഴുന്നുവട. അങ്ങനെ ഇതേ കോഫി കുടിച്ച് കഴിച്ചത് കാരണം ബാക്കി ഇതേ കാറിൽ ഇരുന്നിട്ടാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങൾ അവിടെ എത്തി, അതായത് എറണാകുളം കൊച്ചിയിലെത്തി. കലൂരാണ് കേട്ടോ ഈ ഒരു ഫുഡൊക്കെ ഇൻസ്പെക്ഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. പ്രോഗ്രാം നടന്നത് കൊച്ചിയിൽ വെച്ച് കലൂരിലായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പ്രോഡക്റ്റൊക്കെ എല്ലാ എക്സിബിഷന് വേണ്ടിയിട്ട് പറക്കിയൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്തു. ഇതാണ് ഇത്തയുടെ കൂടെ നിൽക്കുന്ന, എൻ്റെ ബേക്കിൽ ഇരിക്കുന്ന കേട്ടോ ഇങ്ങനത്തെ ഇത്തയുടെ കൂടെ ഇരിക്കുന്ന മേഡ്. പിന്നെ ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ബുഫേ ആയിരുന്നു. പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. ബാക്കി എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് ഇതാണ് കേട്ടോ ഉമ്മയുടെ കസിനാണ് ആൾ. അങ്ങനെ അതെല്ലാം പിറക്കി എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങളത് കോഫി കുടിക്കാനായിട്ട് പോയി. കോഫിയും പിന്നെ അടുത്ത സ്നാക്സും കൂടിയൊക്കെ എടുത്ത് കട്ട്ലറ്റൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഐസ്ക്രീം കഴിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടെ പോയി ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ ഒന്ന് സെറ്റായിട്ട് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത്, അതായത് കുറച്ച് ടൈം ഗ്യാപ്പിൽ പിന്നെ ഡിന്നർ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയും സാലഡും ലഡുവൊക്കെയാണ് കേട്ടോ ഡിന്നറിനുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് നേരെ ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ്. പിന്നെ റൂമിലൊക്കെ പോയിട്ട് പോകുന്ന വഴിയിൽ നമ്മൾ ഹണി കേക്കിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കയറി അതെല്ലാം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്നിറങ്ങി. പിന്നെ കാണിക്കുന്നത് Day 2 ആണ്. അങ്ങനെ സെക്കൻഡ് ഡേ ആയി. Day 2 ആയിൽ ഞങ്ങൾ രാവിലെ എണീച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂമിൻ്റെ താഴ്ഭാഗം. അവിടെ വന്നത് ഇതാണ് എൻ്റെ കൂടെ നമ്മളോട് മേഡ് ചേച്ചി. അങ്ങനെ വന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തു. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങോട്ടൊക്കെ നിന്ന് ഷോ ഓഫൊക്കെ കാണിച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ ആ ഫുഡ് പ്രോഗ്രാം നടക്കുന്ന കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് കുറച്ച് അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് വരണം. അപ്പം അങ്ങോട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എത്താനായിട്ട് ഒരു 5 മിനിറ്റോളമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കാറിലിരുന്ന് ആ ഒരു ടൈം കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫുഡാണല്ലോ വീണ്ടും ഫുഡ് കഴിക്കാനായി പോയി. ഇപ്പോഴും ഉച്ചയ്ക്കും ബുഫേ ആയിരുന്നു. അങ്ങനെ അവിടെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അവരുടേത്. നല്ല ഫുഡായിരുന്നു. ഒരുപാട് ഐറ്റംസൊക്കെ ഫുഡിനുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കോഫി കുടിയാണ്. കോഫിയും പിന്നെ പഴംപൊരിയും ഇതൊക്കെ എടുത്തിട്ട് വന്ന് അതെല്ലാം കഴിച്ചു. ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിരുന്നിട്ടാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ ഫുഡ്. അപ്പോൾ ഇത്തയും ഒക്കെ ഞാനും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ മില്ലറ്റിൻ്റെ ചപ്പാത്തിയും കറിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡിന്നറിന് ടൈമായി. സാലഡും ചിക്കൻ കറിയും ചപ്പാത്തിയും കുറുമയും ഉണ്ടായിരുന്നു. ഞാൻ കുറുമ എടുത്തില്ല. അപ്പം ഇതെല്ലാം കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഈ ഒരു ഡെസേർട്ടായിരുന്നു. ആ ഡെസേർട്ടും കുറച്ച് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഡേയിൽ വെക്കേറ്റ് ചെയ്തു. ഞങ്ങളുടെ പ്രോഡക്റ്റ് എല്ലാം പറക്കി സെറ്റ് ചെയ്ത് ഞങ്ങളത് അങ്ങ് നാട്ടിലേക്ക് വരുവാണ്. നാട്ടിലേക്ക് പോകുന്ന ഒരു വഴിയിൽ കോഫി എന്ന് പറയുന്ന ഒരു കഫേയിൽ കയറി അടിപൊളി കോഫിയൊക്കെ കുടിച്ച് സെറ്റായി തിരികെ പോന്നു.